പാലക്കാട് സ്ഥിതി എന്തെന്നറിയാൻ നമുക്കൊപ്പം ശരിയാണ് ലാൽകൃഷ്ണൻ. പറയൂ ലാൽകൃഷ്ണൻ. ഗുഡ് മോർണിംഗ് എസ് കെ. രണ്ടാം ഘട്ടത്തിൽ കേരളം വിധി എഴുതുന്ന സമയത്താണ് പാലക്കാട് നഗരസഭയുടെ 24-ാം നമ്പർ ഡിവിഷൻ കുന്നത്തൂർ മേഡ് നോർത്ത് ഡിവിഷനിലാണ് നമ്മൾ നിലവിലുള്ളത്. ഇവിടെ സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂൾ പാലക്കാട് നഗരത്തിൽ തന്നെയുള്ള പ്രധാനപ്പെട്ട സ്കൂളുകളിലൊന്നാണ് സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂൾ. ഇവിടെ 2 ബൂത്തുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. 1ഉം 2ഉം. ഈ ബൂത്തിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സ്ഥലത്തിൻ്റെ MLA കൂടിയായ രാഹുൽ മാങ്കൂട്ടം വോട്ട് ചെയ്യാനെത്തേണ്ട ഒരു ബൂത്ത് കൂടിയാണ്. എന്തായാലും രാവിലെ അദ്ദേഹം എത്തിയിട്ടില്ല. പക്ഷേ പ്രകടമായൊരു വലിയ തിരക്ക്, രാവിലെ അനുഭവപ്പെട്ട ഒരു തിരക്ക് ഇതുവരെ ഇല്ല എന്ന് പറയാം. വോട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണെന്നറിയാം. നമ്മൾ വലിയൊരു കടമ കൂടിയാണ് ഈ ആവശ്യമായിട്ട്. പക്ഷേ ഇത് ഓരോ സിറ്റുവേഷനോ വന്നിട്ട് നമുക്ക് അവകാശം തന്നിരിക്കുന്നോ നമ്മുടെ രാജ്യം, അതുകൊണ്ട് വോട്ട് ചെയ്യണം. അതിനാണ് മെസ്സേജ്. സത്യത്തിൽ എല്ലാവരും വോട്ട് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലുത്. എത്ര വലിയ തിരക്കുകളാണെങ്കിൽ പോലും ഈ ജനാധിപത്യത്തിൽ ഒരു പൗരൻ്റെ ഏറ്റവും വലിയ കടമ എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാവുക, ആ പ്രക്രിയയുടെ ഭാഗമാവുക എന്നുള്ളതാണ്. ആ വോട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പാലക്കാട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഒരു വലിയൊരു പ്രസിഡന്റ് പോരാട്ടം തന്നെ നടക്കുന്നുണ്ട്. കാരണം BJP ഭരിക്കുന്ന പ്രധാനപ്പെട്ട നഗരസഭകൾ ഒന്നുകൂടിയാണ്. പന്തളം കഴിഞ്ഞാൽ പിന്നെ ഒന്ന് പാലക്കാട് എന്ന് പറയുന്ന നഗരസഭ തന്നെയാണ്. പാലക്കാട് നഗരസഭയിൽ ഭരണം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അതോടൊപ്പം LDFിൻ്റെയും വലിയ പോരാട്ടം ഭരണം തിരിച്ചു പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. BJPക്കുള്ളിലുള്ള വിഭാഗീയതയെ എത്ര രീതിയിൽ മാറ്റിയെടുത്തുകൊണ്ട് അല്ലെങ്കിൽ BJP ഭരണം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുമോ എന്ന് നോക്കുന്ന സമയത്ത് അതിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഭരണത്തിലേക്ക് തിരിച്ചേറുക എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പ് ഫലമൊക്കെ വന്ന സമയത്ത് വലിയ വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ചൊരു നഗരസഭ കൂടിയാണ് പാലക്കാട് നഗരസഭ എന്നുള്ളതുണ്ട്. പക്ഷേ അതെല്ലാം മാറി ഒരുപാട് രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. BJPയിലും കോൺഗ്രസിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. അതോടൊപ്പം LDFിലേക്കും ആളുകളുടെ ഈ പലായനം അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള അല്ലെങ്കിൽ ഒരുപാട് രാഷ്ട്രീയ മാറ്റങ്ങൾ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കണ്ട ഒരു നഗരസഭയാണ് പാലക്കാട് നഗരസഭ. ആ നഗരസഭ വിധി എഴുതുന്ന ഒരു സമയം കൂടിയാണ്. എന്താണെങ്കിലും ഈ നേരത്തെ ഉണ്ടായിരുന്ന തിരക്ക് നഗരസഭയുടെ പല ബൂത്തുകളിലും കാണാനായിട്ടില്ല. രാവിലെ തന്നെ പലരും വോട്ട് ചെയ്ത് പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഇനി ഈ പ്രക്രിയയെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏത് രീതിയിലായിരിക്കും എന്ന് കാണണം. അതിനേക്കാൾ എല്ലാ ഉദ്യോഗത്തോടെ എല്ലാവരും കാത്തിരിക്കുന്നത് പാലക്കാടിൻ്റെ പ്രിയപ്പെട്ട MLA രാഹുൽ മാങ്കൂട്ടം വോട്ട് ചെയ്യാൻ എത്തുമോ എന്നുള്ളതാണ്. ജാമ്യമൊക്കെ ലഭിച്ച സ്ഥിതിക്ക് വോട്ട് ചെയ്യാൻ എത്തും എന്നൊരു കാര്യമൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതും എന്തായാലും കണ്ടറിയണം. SK ഇലക്ഷൻ നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ. താങ്ക് യു ലാൽകൃഷ്ണൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.